പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സർഫസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർഫസ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടേമുകൾ പഠിച്ചു അല്ലേ? എന്താണ് അഡ്സോർപ്ഷൻ, അഡ്സോർബൻറ്റ്, അഡ്സോർബേറ്റ്, ഡിസോർപ്ഷൻ, സോർപ്ഷൻ, എന്താണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്സോർപ്ഷൻ്റെ മെക്കാനിസമാണ്. അപ്പോൾ എന്താണ് അഡ്സോർപ്ഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിലേക്ക് ചില മോളിക്യൂൾസ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ ആണല്ലോ. എങ്ങനെയാണ് ഈ അഡ്സോർപ്ഷൻ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സബ്സ്റ്റൻസിന് ചില മോളിക്യൂൾസിന് അതിൻ്റെ സർഫസിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും ആ സർഫസിൽ കൊണ്ടുവന്ന് അക്യൂമുലേറ്റ് ചെയ്യാനും കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അഡ്സോർപ്ഷന് കാരണമാകുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? അഡ്സോർപ്ഷന് കാരണമാകുന്ന ഒരു ഫോഴ്സ് ഏതൊരു സർഫസിനിടയിലും ക്രിയേറ്റ് ചെയ്യാവുന്ന, ഏതൊരു സർഫസിനിടയിലും ഉണ്ടാകാവുന്ന യൂണിവേഴ്സൽ ഫോഴ്സായ വാണ്ടർവാൾസ് ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? വാണ്ടർവാൾസ് ഫോഴ്സ് കാരണം അഡ്സോർപ്ഷൻ നടക്കാം. അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ വാണ്ടർവാൾസ് ഫോഴ്സ് കാരണം അഡ്സോർബേറ്റ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സർഫസിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ നടക്കാം. അല്ലെങ്കിൽ ഈ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ചില ബോണ്ടുകൾ, അതിലുള്ള ഏതെങ്കിലും ചില ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നത് കാരണം അവിടെ ചില അൺസാറ്റിസ്ഫൈഡ് വാലൻസി ക്രിയേറ്റ് ചെയ്യാം അല്ലേ? ചില ബോണ്ടുകൾ എന്തെങ്കിലും കാരണവശാൽ അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത ഭാഗത്ത് വീണ്ടും ഒരു ബോണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്ന ഏതെങ്കിലും ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റവുമായിട്ട് ആ സബ്സ്റ്റൻസ് ബോണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അങ്ങനെ അൺസാറ്റിസ്ഫൈഡ് വാലൻസി ഉള്ളത് കാരണവും ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യാം? അഡ്സോർപ്ഷൻ നടത്താം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ ഫോം ചെയ്യുന്ന ചില അൺബാലൻസ്ഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വാണ്ടർവാൾസ് ഫോഴ്സ് പോലെയുള്ള ചില ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം അഡ്സോർപ്ഷൻ നടക്കാം. അല്ലെങ്കിൽ ചില കെമിക്കൽ ബോണ്ടുകൾ അവിടെ ഫോം ചെയ്യുന്നത് കാരണം, അവിടെ ഓൾറെഡി ഉള്ള ചില ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തത് കാരണം ഉണ്ടാകുന്ന ചില അൺസാറ്റിസ്ഫൈഡ് വാലൻസീസ്, ആ വാലൻസി കാരണം ഏതെങ്കിലും ഒരു മോളിക്യൂൾ അതിൻ്റെ സർഫസിലേക്ക് വരുമ്പോൾ ആ മോളിക്യൂളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അങ്ങനെയും അഡ്സോർപ്ഷൻ നടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അഡ്സോർപ്ഷൻ്റെ മെക്കാനിസം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ലിക്വിഡിൻ്റെ കേസ് ഒന്ന് നോക്കാം. ഇവിടെ രണ്ട് മോളിക്യൂളുകളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു മോളിക്യൂൾ ഈ ലിക്വിഡിൻ്റെ ബൾക്ക് ഫേസിലുള്ള ഒരു മോളിക്യൂളാണ് അല്ലേ? ഈ മോളിക്യൂളിൻ്റെ ചുറ്റിലുമുള്ള എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത്, അതിന് ചുറ്റിലും ലിക്വിഡ് മോളിക്യൂൾസ് തന്നെയാണുള്ളത് അല്ലേ? ഈ മോളിക്യൂളിന് അതിന് ചുറ്റുമുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഈ മുകൾ ഭാഗത്തുള്ള ലിക്വിഡ് മോളിക്യൂൾസ് മുകളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ താഴെ ഭാഗത്തുള്ളത് താഴേക്ക് അട്രാക്ട് ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്തു പോകുന്നു. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തു പോകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ബൾക്ക് ഫേസിലുള്ള മോളിക്യൂൾസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അതിന് ചുറ്റിലുമുള്ള മോളിക്യൂൾസ് അതിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ക്യാൻസൽ ചെയ്തു പോകുന്നു. ഓക്കെ ആണല്ലോ, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഈ ബൾക്ക് ഫേസിലുള്ള മോളിക്യൂളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ the molecule in the bulk experience a balanced force of attraction from all direction. എല്ലാ ഡയറക്ഷനിൽ നിന്നും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നു. അത് കാരണം നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? 0 ആകുന്നു. എന്നാൽ നമുക്ക് സർഫസിലുള്ള മോളിക്യൂളിൻ്റെ കേസ് നോക്കാം. ഇവിടെ സർഫസിലുള്ള മോളിക്യൂളിൻ്റെ എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഈ ബൾക്ക് ഫേസിലുള്ള മോളിക്യൂളിനെ പോലെയാണോ? നിങ്ങൾ നോക്കൂ, ഇവിടെ സർഫസിലുള്ള മോളിക്യൂളിൻ്റെ ഇത്രയും ഭാഗം നിൽക്കുന്നത് ലിക്വിഡ് ഫേസിലാണ്. എന്നാൽ അതിൻ്റെ കുറഞ്ഞ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? എയറിലേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ലിക്വിഡ് ഫേസിൽ കിടക്കുന്ന ഭാഗത്ത് ഉള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഈ മോളിക്യൂളിന് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നു അല്ലേ? അതിനെ താഴേക്ക് അട്രാക്ട് ചെയ്യുന്നു. എന്നാൽ മുകളിൽ അങ്ങനെയുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഇല്ല, മുകളിലുള്ളത് എയർ ആണ്. എയർ മോളിക്യൂൾസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് വളരെ കുറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷനേ ഉള്ളൂ. കാരണം ഇവിടെ എയർ മോളിക്യൂൾസ് ആണ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. എന്നാൽ താഴെ ഭാഗത്ത് ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട്. ഈ ലിക്വിഡ് മോളിക്യൂൾസ് ഈ മോളിക്യൂളിനെ എന്ത് ചെയ്യുന്നു? താഴേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നു.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മോളിക്യൂളിന് ഒരു നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ താഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലേ? അല്ലേ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നു, ബട്ട് ദ മോളിക്യൂൾ ഓൺ ദ സർഫസ് എക്സ്പീരിയൻസ് എ നെറ്റ് ഇൻവേർഡ് ഫോഴ്സ്, അല്ലേ? സർഫസിലുള്ള മോളിക്യൂളിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില മോളിക്യൂൾസിനെ അതിൻ്റെ സർഫസിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? സർഫസിലുള്ള ഓരോ മോളിക്യൂളും, ഇപ്പോൾ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ സർഫസിലുള്ള ഓരോ മോളിക്യൂളിനും ഒരു നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ താഴേക്ക് ഉള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം അതിൻ്റെ സർഫസിലേക്ക് വരുന്ന മോളിക്യൂളിനെ എല്ലാം അതിൻ്റെ സർഫസിലേക്ക് അട്രാക്ട് ചെയ്ത് നിർത്താൻ അത് ശ്രമിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. നിങ്ങൾക്കറിയാം, അഡ്സോർപ്ഷൻ ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. അതായത് ഹീറ്റ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു, അല്ലേ? അഡ്സോർപ്ഷൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? റെസിഡ്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നത് കാരണം അവിടെ സ്റ്റെബിലിറ്റി കൂടുന്നു. സ്റ്റെബിലിറ്റി കൂടുമ്പോൾ എനർജി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് റിലീസ് ചെയ്യും, അല്ലേ? എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ചാർക്കോളിൻ്റെ സർഫസിൽ ഓക്സിജൻ ഗ്യാസ് വന്ന് അഡ്സോർബ് ചെയ്യുകയാണ്. നമ്മളൊരു ബീക്കറിൽ കുറച്ച് ഓക്സിജൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും, അല്ലെ? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനെ നമ്മൾ എൻട്രോപ്പി എന്ന ടേം വെച്ച്, തെർമോഡൈനാമിക് ടേം വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എസ്, അല്ലെ? ഡെൽറ്റ എസ്, എൻട്രോപ്പി ചേഞ്ച് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു ബീക്കറിൽ എടുത്തിരിക്കുന്ന ഓക്സിജൻ ഗ്യാസിന് അത് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആണ്, അതിന് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രോപ്പി വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ അതിൽ കുറച്ച് ചാർക്കോൾ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ബീക്കറിലേക്ക് കുറച്ച് ചാർക്കോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഈ ചാർക്കോളിൻ്റെ സർഫസിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ചാർക്കോളിൻ്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുന്നു, അല്ലേ? അവിടെ വന്ന് പറ്റിപ്പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി എന്ത് ചെയ്തു? എൻട്രോപ്പി കുറഞ്ഞു. കാരണം അത് ആ ചാർക്കോളിൻ്റെ സർഫസിൽ വന്ന് അടിഞ്ഞുകൂടി, അല്ലേ? ഇനി അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായി. നേരത്തെ അതിന് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, ആസ് എ റിസൾട്ട് ഓഫ് അഡ്സോർപ്ഷൻ എൻട്രോപ്പി ഡിക്രീസസ്. ഒരു ഗ്യാഷ്യസ് മോളിക്യൂൾസിൻ്റെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അത് അഡ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഫ്രീ ആയിട്ട് അതിന് മൂവ് ചെയ്യാമായിരുന്നു. എന്നാൽ അതൊരു സോളിഡിൻ്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രോപ്പി എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം, അഡ്സോർപ്ഷൻ്റെ ഫലമായിട്ട് എൻട്രോപ്പി, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് അഡ്സോർബേറ്റ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്, അല്ലെങ്കിൽ വിച്ച് ഗെറ്റ് റെസ്ട്രിക്റ്റഡ്, അല്ലേ? പിന്നെ അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല, അവിടെ അടിഞ്ഞുകൂടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം, അഡ്സോർപ്ഷൻ്റെ ഫലമായിട്ട് അഡ്സോർപ്ഷൻ്റെ എൻട്രോപ്പി ചേഞ്ച് നമുക്ക് എന്തെടുക്കാം? നെഗറ്റീവായിട്ട് എടുക്കാം, അല്ലേ? കാരണം അത് ഡിക്രീസ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഡെൽറ്റ എസ്, അഡ്സോർപ്ഷൻ്റെ ഡെൽറ്റ എസ് വാല്യൂ നെഗറ്റീവ് ആണ്. നമുക്ക് പറയാം, ഗിബ്സ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി വാല്യൂ, ഫ്രീ എനർജി ചേഞ്ച് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണമെന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആവണം. ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെന്ന്, അല്ലേ? ഡെൽറ്റ എസ് വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഇത് ഡെൽറ്റ എസ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് ഡെൽറ്റ എസ്, മൈനസ് ഇൻറ്റു മൈനസ് എന്താകും? പ്ലസ് ആകും. ഓക്കെ അല്ലേ? മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി പ്ലസ് ആകും. കാരണം മൈനസ് ടി ഇൻറ്റു മൈനസ് ഡെൽറ്റ എസ് വരും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. ഓക്കെ, പിന്നെ ഈ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകണമെങ്കിൽ ഡെൽറ്റ എച്ച് എന്താവണം? ഡെൽറ്റ എച്ച് ഒരു ഹൈ നെഗറ്റീവ് വാല്യൂ ആവണം. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഡെൽറ്റ എച്ച് വാല്യൂ ഹൈ നെഗറ്റീവ് വാല്യൂ ആയാൽ മാത്രമേ ഡെൽറ്റ ജി എന്താവുള്ളൂ? നെഗറ്റീവ് ആവുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നമ്മൾ 100 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക, -100 എന്ന് കൊടുത്തു, -100. ഇനി ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ 50 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ -100 + 50 ആയി കഴിഞ്ഞാൽ എത്ര വരും? -100 + 50 എന്ത് വരും? -50 വരും, അല്ലേ? -50 വാല്യൂ വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ ജി എന്താണ്? മൈനസ് ആണ്, -50. ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന്.
ഓക്കെ, ഇനി അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഡെൽറ്റ എച്ച് -50, ഡെൽറ്റ എച്ച് -50യും ടി ഡെൽറ്റ എസ് 100ഉം ആണെങ്കിലോ -50 + 100 എത്ര വരും? +50 വരും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആണോ? +50 വന്നാൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്, റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ല, അല്ലേ? അപ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ച് എന്താവണം? ഒരു ഹൈ നെഗറ്റീവ് വാല്യൂ ആവണം, അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യണം, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഒരു റിയാക്ഷൻ, ഒരു അഡ്സോർപ്ഷൻ പ്രോസസ് എക്സോതെർമിക് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു, ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഒരു അഡ്സോർപ്ഷൻ പ്രോസസ്സിൽ എന്തെല്ലാം നെഗറ്റീവ് ആവണം? ഒരു അഡ്സോർപ്ഷൻ പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസും നെഗറ്റീവ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിനൊക്കെ ചോദിക്കും, എൻട്രൻസ് എക്സാമിനൊക്കെ വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു അഡ്സോർപ്ഷൻ പ്രോസസ് ഒരു സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകണം, ഡെൽറ്റ എസും നെഗറ്റീവ് ആകണം. ഓക്കെ, അപ്പോൾ ഇനി അഡ്സോർപ്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി, അഡ്സോർപ്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് എൻതാൽപ്പി ചേഞ്ച് കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെ കുറഞ്ഞു വന്ന് ഡെൽറ്റ എച്ച് വാല്യൂ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് വാല്യൂ കുറഞ്ഞു വന്ന് വിച്ച് ബിക്കം ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഈക്വൽ ആയാൽ എന്താണ് സംഭവിക്കുക? ഇത് ഈക്വേഷനിലേക്ക് കൊടുത്താൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ഈക്വേഷനിലേക്ക് കൊടുത്താൽ ഇത് രണ്ടും ഈക്വൽ ആയാൽ ഡെൽറ്റ ജി എന്താകും? 0 ആകും, അല്ലേ? ഡെൽറ്റ ജി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ എന്തായി? ഇക്വലിബ്രിയത്തിലെത്തി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് അഡ്സോർപ്ഷൻ the freedom of movement of adsorbate molecule decreases, അല്ലേ? ഗ്യാഷ്യസ് മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, അല്ലേ? ഇനി അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും, എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്, അതുകൊണ്ട് എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ നമുക്ക് ഗിബ്സ് ഇക്വേഷനിലേക്ക് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഒന്ന് നോക്കാം. അത് വെച്ച് നമ്മൾ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ എസ് ഓൾറെഡി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ വാല്യൂ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ച് വാല്യൂ ഷുഡ് ബി ഹൈലി നെഗറ്റീവ്, ഒരു ഹൈ നെഗറ്റീവ് വാല്യൂ ആവണം എന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ ആണ്. നേരത്തെ നമ്മൾ 1-2 ആപ്ലിക്കേഷൻ, അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു, നമ്മൾ പഠിച്ചു. നമുക്ക് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ് സിലിക്ക ജെൽ ഉപയോഗിച്ച് സിലിക്ക ജെല്ലിൻ്റെ സർഫസിലേക്ക് വാട്ടർ മോളിക്യൂള് വന്ന് അഡ്സോർബ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? നമ്മൾ ചില ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിനുള്ളിൽ ചെറിയൊരു പാക്ക്, സിലിക്ക ജെല്ലിൻ്റെ ചെറിയൊരു പാക്ക് നമുക്ക് കാണാൻ പറ്റും. അതെന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് വേണ്ടിയിട്ടാണ്, അവിടെയുള്ള മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, ആ ഉപകരണങ്ങൾ കേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. ഫോർ കൺട്രോളിങ് ഹ്യൂമിഡിറ്റി ഇൻ എയർ, സിലിക്ക ജെൽ അല്ലെങ്കിൽ അലൂമിന ജെൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ അഡ്സോർബൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. സിലിക്ക ജെൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അലൂമിന ജെൽ ഉപയോഗിക്കുന്നു, അല്ലേ? ഇത് രണ്ടും അഡ്സോർബൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ സർഫസിലേക്ക് വാട്ടർ മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്യും. ഇനി അടുത്ത ആപ്ലിക്കേഷൻ, ഫോർ റിമൂവിങ് ഓർഡറിങ് ആൻഡ് കളറിങ് മാറ്റേഴ്സ് ഫ്രം സൊല്യൂഷൻ, അനിമൽ ചാർക്കോൾ ക്യാൻ ബി യൂസ്ഡ്. ചില സൊല്യൂഷനിൽ നിന്നൊക്കെ അതിലുള്ള കളേർഡ് കണ്ടന്റ്, കളർ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രത്യേക സ്മെല്ല് കൊടുക്കുന്ന കണ്ടന്റൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അതിലേക്ക് കുറച്ച് അനിമൽ ചാർക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിങ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുകയും അങ്ങനെ നമുക്കതിനെ റിമൂവ് ചെയ്യാനും പറ്റുന്നു. ഓക്കെ, ഇനി അടുത്തത്, ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം ആൻഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് യൂസ്ഡ്. ഇപ്പോൾ നമുക്കൊരു ബീക്കറിൽ കുറച്ച് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് അതിലുള്ള ഗ്യാസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ വാക്വം പമ്പ് ഉപയോഗിച്ച് ഗ്യാസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ വളരെ കുറഞ്ഞ അളവിൽ, മൈന്യൂട്ടായിട്ടുള്ള അളവിൽ ട്രേസസ് ഓഫ്
ഗ്യാഷ്യസ് മോളിക്യൂൾസ് അതിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസിനെ കൂടി കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഒരു ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിലേക്ക് കുറച്ച് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ട്രേസസ് എമൗണ്ട് ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് കൂടെ എന്ത് ചെയ്യുന്നു, ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുകയും ആ ബീക്കർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാക്വം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ച് തന്നെ ഗ്യാസ് മാസ്കുകളിൽ പോയ്സണസ് ഗ്യാസ് റിമൂവ് ചെയ്യുന്നതിന്. എവിടെയാണ് ഗ്യാസ് മാസ്കുകൾ ഉപയോഗിക്കുന്നത്? ഈ മൈനുകളിലൊക്കെ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ മൈനിലൊക്കെ ഏത് സമയത്തും ചില പോയ്സണസ് ഗ്യാസുകൾ ഇവോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവർ ഗ്യാസ് മാസ്കുകൾ ഉപയോഗിച്ചായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത്. ഈ ഗ്യാസ് മാസ്കുകൾക്കുള്ളിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന പോയ്സണസ് ഗ്യാസ് എല്ലാം ഈ ചാർക്കോളിൻ്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുകയും നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ കിട്ടുന്ന ഈ മാസ്ക് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ പ്യുവർ ആയിട്ടുള്ള എയർ തന്നെ അവർക്ക് ഇൻഹെയിൽ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഗ്യാസ് മാസ്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ റോൾ എന്ന് വെച്ചാൽ എന്താണ്? അത് പോയ്സണസ് ഗ്യാസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിലും അനാലിറ്റിക്കൽ ഫീൽഡിലും ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഒരു പ്രോസസ്സാണ് ക്രൊമാറ്റോഗ്രാഫി. ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസിൽ എന്താണ് ചെയ്യുന്നത്? ഒരു മിക്സ്ചറിലുള്ള ഡിഫറെൻറ്റ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണത് അല്ലേ? ഇവിടെ ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസും അഡ്സോർപ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഒരു സോളിഡ് അഡ്സോർബൻ്റ് ഉപയോഗിച്ച് അതിൻ്റെ സെലക്റ്റീവ് അഡ്സോർപ്ഷൻ വഴി ഓരോ കോമ്പണൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സോളിഡ് അഡ്സോർബൻ്റാണ്. അത് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ വഴി ഓരോ കോമ്പണൻറ്റിനെയായിട്ട് ആ മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസും അഡ്സോർപ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഹെട്രോജീനസ് കറ്റാലിസിസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മെക്കാനിസം പഠിക്കാൻ പോകുന്നുണ്ട്. കറ്റാലിസിസിൽ അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ റിയാക്ഷനെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യുന്ന പ്രോസസ്സിൽ അഡ്സോർപ്ഷന് ഒരു വലിയ റോളുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്നു, അഡ്സോർപ്ഷൻ ഹാവ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ഹെട്രോജീനസ് കറ്റാലിസിസ്. ഓക്കെ, ദെൻ അടുത്ത ആപ്ലിക്കേഷനാണ് കോക്കനട്ട് ചാർക്കോൾ. ചിരട്ടയുടെയൊക്കെ കരി. കോക്കനട്ട് ചാർക്കോൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ചാർക്കോൾ ഉപയോഗിക്കുന്നു. എന്താണ് ഇനേർട്ട് ഗ്യാസ്? നിങ്ങൾക്കറിയാം അല്ലേ? ഇനേർട്ട് ഗ്യാസിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇനേർട്ട് ഗ്യാസിന് അഡ്സോർപ്ഷൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ അഡ്സോർപ്ഷൻ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അഡ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ചാർക്കോൾ ഉപയോഗിച്ച് ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ മിക്സ്ചറിൽ നിന്ന് ഡിഫറെൻറ്റ് ഇനേർട്ട് ഗ്യാസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അഡ്സോർപ്ഷൻ പ്രോസസ്സിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ആപ്ലിക്കേഷനാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മെറ്റലോജിക്കൽ പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെയും അഡ്സോർപ്ഷന് ഒരു റോളുണ്ട്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ ഓർ പാർട്ടിക്കിൾസിനെ ഫ്രോത്തിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുകയും ബാക്കി ഗ്യാങ് താഴെ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഓർ പാർട്ടിക്കിൾസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റലോജിക്കൽ പ്രോസസ്സായ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലും അഡ്സോർപ്ഷന് ഒരു ആപ്ലിക്കേഷൻ, ഒരു റോളുണ്ട്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആപ്ലിക്കേഷനാണ് ക്യൂറിങ് ഡിസീസ്. അഡ്സോർപ്ഷൻ പ്രോസസ്സിന് ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷനാണ് ക്യൂറിങ് ഡിസീസ്. ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്ന പ്രോസസ്സിൽ അഡ്സോർപ്ഷന് ഒരു വലിയ റോളുണ്ട്. ഇവിടെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ജേംസിൻ്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെഡിസിൻ ജേംസിനെ കില്ല് ചെയ്യുകയും ആ ഡിസീസിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്
ഒരു മെഡിസിൻ ഉപയോഗിച്ച് ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്നത്, അതിലെന്താണ് അഡ്സോർപ്ഷൻ്റെ റോൾ എന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ ആണ് പഠിച്ചത്. എങ്ങനെയാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്, അതിൻ്റെ തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു. അതുപോലെ അഡ്സോർപ്ഷൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് പഠിച്ചു. ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.